ഓണപരീക്ഷയ്ക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം ആറ്റിൽ കുളിക്കാനെത്തിയ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അച്ചൻകോവിലാറ്റിൽ പത്തനംതിട്ട കല്ലറ കടവിലായിരുന്നു ഈ അപകടം. മലയാളം പരീക്ഷയ്ക്ക് ശേഷം ഉത്സാഹത്തോടെ സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ കുളിച്ചു കയറുക എന്ന ഉദ്ദേശത്തോടെ അച്ചൻകോവിലാറ്റിലിറങ്ങി. ഇതിനിടെ തടയണയുടെ മുകൾ ഭാഗത്തുകൂടി നടന്ന വിദ്യാർത്ഥികളിൽ ചിറ്റൂർ സ്വദേശി അജ്സൽ അജി ആറ്റിലേക്ക് വീണു. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കൊന്നമൂട് സ്വദേശി നബീൽ നിസാം ഒഴുക്കിൽപ്പെട്ടത്. 8-അംഗ സംഘത്തിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ വീട്ടിൽ വിവരം വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സ് സംഘാംഗങ്ങളും സംഭവസ്ഥലത്തെത്തി. എൻ്റെ ഒരു 1 മണി 1:15 ആയിരിക്കണം. അന്നേരം ഞാൻ വീട്ടിൽ ഇരുന്നല്ല കേട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആൾക്കാരെല്ലാം വന്നു, എല്ലാം കൂടി മറ്റേ അങ്ങ് പോവുകയും ചെയ്തു. 2 പിള്ളേർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ബാക്കി പിള്ളേരെ അതൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. സ്ഥിരമായിട്ട് വരുന്നു. ഇന്നലെ ഓടിച്ചു വിട്ടാൽ ഇവിടുന്ന് 10-12 സ്ഥിരം ഇവിടെ വരുന്നു. അപകടത്തെ തുടർന്ന് ഭയന്ന കുട്ടികളിൽ മറ്റ് 4 പേർ വീട്ടിലേക്ക് ഓടി. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘാംഗങ്ങൾ നടത്തിയ തിരച്ചിലിൽ ഉച്ചതിരിഞ്ഞ് 3:40 മൃതദേഹം കിട്ടിയത്. ചിറ്റൂർ തടത്തിൽ വീട്ടിൽ അജീബ് സലീന ദമ്പതികളുടെ ഏക മകനാണ് മരിച്ച അജ്സൽ അജി. കൊന്നമൂട് ഓലിപ്പാട്ട് വീട്ടിൽ നിസാം ഷബാന ദമ്പതികളുടെ മകനാണ് നബീൽ നിസാം. പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് B ഡിവിഷൻ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഓണം അവധിക്ക് തൊട്ടു മുൻപായി സ്കൂളിൽ കുട്ടികൾക്കായി നദിയിലിറങ്ങുന്നത് വിലക്കുന്നതടക്കം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായി അധ്യാപകർ പറഞ്ഞു. മുൻപും നിരവധി പേർ അപകടത്തിൽ മരിച്ച ഇടമാണ് കല്ലറക്കടവ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.